എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ശരിക്കും തിളയ്ക്കുന്ന സമയത്ത് ഞാൻ 1.5 കപ്പ് ഇതിലേക്കൊന്ന് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. സോയാ ചങ്ക്സ് 2 കപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ അളവിലുള്ള സോയാ ചങ്ക്സ് ആണ്, ചെറിയ സൈസാണിത്. അപ്പോൾ ഇതൊന്ന് ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് വാഷ് ചെയ്തെടുത്ത് നല്ലപോലെ സ്ക്വീസ് ചെയ്ത് അതിൽ വെള്ളമയെല്ലാം ഫുള്ള് കളഞ്ഞിട്ട് എടുത്തിട്ട് വരണം. ഇപ്പോൾ ഇതാ തണുത്ത വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് വെള്ളമെല്ലാം ഇതിൻ്റെ കളഞ്ഞിട്ട് നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞ് നല്ല വെള്ളമയം ഇല്ലാതെ ഇതൊന്ന് എടുത്തിട്ട് വരിക. അതാ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടേക്ക് മല്ലിപ്പൊടിയുടെ കൂടെ വേറെ കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്തും ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എരിവ് അധികമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞ അളവിൽ വളരെ കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും ഒരു 1/4 സ്പൂണോളം കുറച്ച് ഗരം മസാലയും ഇതിലേക്ക് ശരിക്കും ഇതെല്ലാം പിടിക്കാൻ പാകത്തിന് കുറച്ച് ഗരം മസാല ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ശരിക്കും എല്ലായിടത്തും ഈ പൊടികളെല്ലാം ആകാൻ പാകത്തിന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കൊണ്ടുവരിക. ഒരു സ്പൂൺ വെച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും പൊടികളുടെ ടേസ്റ്റ് എല്ലാം എത്താൻ പാകത്തിന് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇത് നമ്മൾ വെറുതെ ചൂടുവെള്ളത്തിൽ എടുത്തിട്ടേ ഉള്ളൂ ഈ സോയ. അപ്പോൾ ഇതിലേക്ക് ടേസ്റ്റ് എല്ലാം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം ഇതുപോലെ ശരിക്കും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഒന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒരു വലിയൊരു സൈസ് ഇഞ്ചി ചതച്ചതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഉള്ളി ചേർത്ത് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചതച്ചതായതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഇങ്ങനെ ആദ്യമേ തന്നെ അത് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു സവാള നൈസായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സവാള ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാമുള്ളൂ. ഇപ്പോൾ ആ സവാള കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ടിട്ട് ശരിക്കൊന്ന് മുരിയിച്ച് എടുക്കണം. വല്ലാതെ കരിഞ്ഞു പോകരുത്. ശരിക്കൊന്ന് മുരിഞ്ഞാൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് വഴന്ന് വല്ലാതെ ഒന്ന് മുരിഞ്ഞ് കിട്ടുക. അല്ലാതെ ഒട്ടും കരിഞ്ഞ് അതുപോലെ തന്നെ മൂപ്പൊന്നും ഒട്ടും കൂടി പോകരുത്. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കറിവേപ്പിലയെല്ലാം ശരിക്കും ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നിടം വരേക്ക് ഇതൊന്ന് ശരിക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കരിവേപ്പിലയും ഉള്ളിയും ശരിക്കൊന്ന് മുരിഞ്ഞ് നല്ലപോലെ ഒന്ന് വഴന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനിപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പീസാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് നൈസായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും എല്ലാം ശരിക്കൊന്ന് മുരിഞ്ഞ് കിട്ടുന്നിടം വരേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്തെല്ലാം നല്ലപോലെ മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും നമുക്ക് ശരിക്കൊന്ന് മുരിയിച്ചെടുക്കാം. ഇതെല്ലാം ശരിക്കൊന്ന് മുരിഞ്ഞ് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ സോയ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പം പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നതും നേരത്തെ നമ്മൾ ചേർത്ത പോലെ തന്നെയുള്ള പൊടികൾ തന്നെയാണ് ഇതിലേക്കും ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം മുളക് പൊടിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ കളർ വേണമെന്നുണ്ടെങ്കിൽ എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എരിവുള്ള മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്കൊരു 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയും വേറെ കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അതിപ്പോൾ ഇവിടെ ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർക്കുമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവ് അധികം കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ഒരു 1.5 സ്പൂണോളം
ഗരം മസാലയുടെ പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതിലും ചേർത്തിരുന്നു. കുരുമുളക് പൊടി മാത്രമേ നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് അധികമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നിടം വരേക്ക് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തേങ്ങാക്കൊത്തിലേക്കും ഉള്ളിയിലേക്കും എല്ലാം ശരിക്കും പൊടികളുടെ മസാലയുടെ ടേസ്റ്റ് എല്ലാം ശരിക്കും പിടിക്കുന്നിടം വരേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആ പൊടികളുടെ പച്ചമണം എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരണം. പൊടികളെല്ലാം ശരിക്കും ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയം വരേക്ക് ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം ശരിക്കും ഇങ്ങനെ നല്ലപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ സോയ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ സോയ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒന്നൊഴിച്ചിട്ട് ആ പൊടികളെല്ലാം ശരിക്കും നമ്മൾക്ക് പാത്രത്തിൽ പിടിച്ചിരിക്കുന്ന പൊടികളെല്ലാം എടുത്തിട്ട് നമ്മൾക്ക് ഒരു വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സോയയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു യോജിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ശരിക്കും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നേ തന്നെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിരുന്നില്ല. മാരിനേറ്റ് ചെയ്തപ്പം കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറിയ ചൂടിൽ അടച്ച് വെച്ചിട്ട് നല്ലപോലെ യോജിപ്പിച്ച് നല്ലപോലെ വേവിച്ച് എടുക്കണം. ചൂടുവെള്ളത്തിൽ മാത്രം ഇട്ടിരുന്ന സോയയാണ്, അതുകൊണ്ടാണ് ഇതാ ചെറിയ ചൂടിൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിരുന്നു. അപ്പോൾ കളറെല്ലാം ശരിക്കും മാറി വന്നിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആണ് കഴിക്കാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റാണ്. ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ലപോലെ ഇങ്ങനെ യോജിപ്പായി കിട്ടുന്നത്. ഈ പൊടികളെല്ലാം ശരിക്കും സോയയിലേക്കെല്ലാം മിക്സായി കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.